വാർത്തകൾ നീക്കം ചെയ്ത മെറ്റ നടപടിയെ ന്യായീകരിച്ച മന്ത്രി കെ മുരളീധരൻ. തോന്നിയവാസം കാണിച്ചാൽ മെറ്റ ഇനിയും വാർത്തകൾ നീക്കം ചെയ്യുമെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. ആ പ്രതികരണം ആദ്യം കേൾക്കാം. നീക്കം ചെയ്യല്ലോ, തോന്നിയവാസം കാണിച്ചാൽ നീക്കം ചെയ്യും. അഞ്ജു എസ് ബാലൻ വിവരങ്ങൾ നൽകും. അഞ്ജു, ഇതിൽ എന്ത് തോന്നിയവാസമാണെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാം വാർത്തകളാണ്, അത് മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിട്ടുമില്ല. വസ്തുതകളാണ് നമ്മൾ കൈരളി ന്യൂസ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇതിൽ എന്ത് തോന്നിയവാസമാണെന്ന് മനസ്സിലാകുന്നില്ല. എന്താണ് മന്ത്രിയുടെ ന്യായീകരണം? അക്ഷയ്, നമ്മളടക്കമുള്ള മാധ്യമങ്ങളെല്ലാം സർക്കാരിന് അനുകൂലമായ വാർത്തകൾ മാത്രമല്ല, സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടവരാണ്. കാരണം സർക്കാരിന്റെ നേരായ പ്രവർത്തനങ്ങൾക്ക് വിമർശനം ഉന്നയിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അങ്ങനെയാണ് നമ്മളും വാർത്തകൾ നൽകുന്നത്. അതിനൊക്കെ വസ്തുതകളുമുണ്ട്. പക്ഷേ അങ്ങനെ വസ്തുതകളുള്ള വാർത്ത എന്നിരിക്കെയാണ് ഈ വാർത്തകളും അതിന്റെ ഡീറ്റെയിൽസും കാർഡുകളും മറ്റും സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒരു നടപടി മെറ്റ ആരംഭിച്ചത്. നേരത്തെ ഇത് മോദി സർക്കാർ നടത്തിയതെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്ത് വി ഡി സതീശനും അങ്ങനെ തന്നെയാണ് പിന്തുടരുന്നത്. അക്കാര്യത്തിലാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി ആ നടപടിയെ ന്യായീകരിച്ചിരിക്കുന്നത്. തോന്നിവാസം പറഞ്ഞാൽ അല്ലെങ്കിൽ തോന്നിവാസം എഴുതി പിടിപ്പിച്ചാൽ അക്കാര്യങ്ങൾ നീക്കം ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അദ്ദേഹവും ആ ഒരു കാര്യത്തെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ സർക്കാരിന് അനുകൂലമായ വാർത്തകൾ മാത്രമേ മാധ്യമങ്ങൾ കൊടുക്കാവൂ എന്നുള്ള ഒരു അപ്രഖ്യാപിത വിലക്കാണ് നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമങ്ങൾ. അപ്പൊ മാധ്യമങ്ങൾ സർക്കാരിനെ വിമർശിക്കേണ്ടത് ശരിയായ കാര്യങ്ങളിൽ ആവശ്യമാണ്. പക്ഷെ ആ വിമർശനങ്ങൾക്ക് പോലും സമയം നൽകാത്ത തരത്തിലാണോ സർക്കാരിന്റെ നീക്കങ്ങൾ പോകുന്നതെന്നുള്ള സംശയമുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങളും ഇത്തരത്തിൽ മെറ്റ നീക്കം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ കാർഡടക്കം സോഷ്യൽ മീഡിയയിൽ നിന്ന് മെറ്റ നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവിന് പോലും ഒരു സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. മുൻകാലങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ ചെയ്ത സമയത്ത് ഇങ്ങനെയൊന്നും ഒരു നടപടി ഉണ്ടായിരുന്നില്ല സർക്കാരിന്റെ ഭാഗത്ത്. പക്ഷെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് പോലും ഒരു വിലക്ക് ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് സർക്കാർ പോവുകയാണ്. അക്ഷയ്, ശരി അഞ്ജു, ഇതിലൊക്കെ എന്ത് തോന്നിയവാസമാണ് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ MDMA പിടിയിലാകുന്നു. അത് വാർത്തയായി കൈരളി അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്നു. ഈ പുനർജനി തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു സ്ത്രീ വെളിപ്പെടുത്തൽ നടത്തുന്നു. അവരെ അപമാനിച്ചു മുഖ്യമന്ത്രി എന്ന വാർത്ത നമ്മൾ നൽകുന്നു. ഒപ്പം അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ സർക്കാരിനെതിരെയുള്ള പല വിഷയങ്ങളും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിലൊക്കെ അസഹിഷ്ണുതയാണ്. അതിലിപ്പോൾ എല്ലാ വിഷയങ്ങളിലും ഉള്ളതുപോലെ കെ മുരളീധരന്റെ ഒരു ന്യായീകരണമാണ് കാണാൻ സാധിച്ചത്. അഞ്ജു ആണ് വിവരങ്ങൾ നൽകിയത്.